കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഹല്ലേലൂയ. ഇന്നും നാം ചിന്തിക്കുന്നത് അതുതന്നെയാണ്. ദൈവത്തോട് കൂടെ എങ്ങനെ നടക്കാം എന്നുള്ള അനുഭവങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഏദനിൽ ആദാമിനെയും ഹവ്വയെയും ദൈവം വെയിലാറുന്ന നേരങ്ങളിൽ വിസിറ്റ് ചെയ്യാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. അബ്രഹാമിനെ ദൈവം അടിക്കടി സന്ദർശിക്കാറുണ്ട്. ഇങ്ങനെ ദൈവം സന്ദർശിക്കുന്ന അനുഭവങ്ങളുള്ള ദൈവമക്കളും ഉണ്ടായിരുന്നു. ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളുള്ള ദൈവത്തിൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിയോടെ സ്തോത്രത്തോടുകൂടെ ആ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഹൃദയത്തെ ഒരുക്കി ശ്രദ്ധയോടുകൂടി ഇരിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ടൊന്നും പോകണ്ട. കുട്ടികൾ ആരാധന കഴിച്ചിട്ട് നിങ്ങൾ എത്ര സമയം വേണോ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നോളൂ. ഇപ്പോൾ ആരാധന സമയത്ത് വചനം ധ്യാനിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ആ വചനത്തെ ഏറ്റെടുക്കുക. അടുത്തൊരു കേടുത്ത് പറഞ്ഞ ശ്രദ്ധയോടിരുന്ന് സ്തോത്രത്തോടിരുന്ന് വചനത്തെ ഏറ്റെടുക്കാം. ആമേൻ. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കണം, കർത്താവിനോട് കൂടെ വസിക്കണം എന്ന് കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചു. ഇന്ന് എങ്ങനെ നടക്കാം എന്നുള്ളതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വചനത്തെ നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. തമിഴിൽ വായിക്കാം. ஆகையால் பரலோகத்தில் இருக்கிற உங்கள் பிதா பூரண சர்க்குணராய் இருக்கிறது போல நீங்களும் பூரண சர்க்குணராய் இருக்க கடவீர்கள். ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. സൽഗുണപൂർണൻ. എല്ലാവരും പറഞ്ഞേ സൽഗുണപൂർണൻ. സൽഗുണപൂർണൻ. ഇംഗ്ലീഷിൽ പെർഫെക്റ്റ്. സ്വർഗീയ പിതാവ് എങ്ങനെയാണ്? പെർഫെക്റ്റ് ആണ്. നല്ല ഗുണങ്ങൾ, നല്ല ക്വാളിറ്റീസ് കൊണ്ട് അതിൽ നമ്മുടെ സ്വർഗീയ പിതാവ് പെർഫെക്റ്റ് ആണ്. അതുപോലെ നിങ്ങളും പെർഫെക്റ്റ് ആകണം എന്ന് കർത്താവ്, ദൈവപുത്രനായി ഇറങ്ങി വന്ന യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചില ക്വാളിറ്റീസ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ദൈവം സർവശക്തനാണ്, നമുക്കതുപോലെ ആകാൻ പറ്റില്ല. ദൈവം സർവവ്യാപിയാണ്, നമുക്കതുപോലെ ആകാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിൻ്റെ ചില ഭാവങ്ങൾ നമ്മിൽ വേണം, എങ്കിലേ ദൈവത്തോടുള്ള കണക്ഷനിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങൾ, ചില ഗുണങ്ങൾ നമ്മിൽ വേണം. ആ ഗുണങ്ങൾ തിരുവചനത്തിൽ നിന്ന് നാം പരിചയപ്പെടുന്നു. ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നു. എങ്കിൽ ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കാം, നോഹയെ പോലെ ദൈവത്തോട് കൂടെ നടക്കാം. മനുഷ്യരോടുകൂടെ കൂടാരത്തിൽ വസിക്കുന്ന ഒരു അനുഭവം ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം പ്രതീക്ഷിക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. കർത്താവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമായിരിക്കട്ടെ. ഹല്ലേലൂയ. മരിച്ചതിന് ശേഷമല്ല, മരിച്ചതിന് ശേഷം ഞാൻ എന്നും ദൈവത്തോട് കൂടെ ഇരിക്കും എന്നുള്ള ചിന്തയിൽ ജീവിക്കേണ്ട. ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ യേശുവോട് ചേർന്നിരിക്കുവാൻ, ദൈവത്തോട് കൂടെ ഇരിപ്പാൻ, ദൈവത്തോട് കൂടെ വസിപ്പാൻ, ദൈവത്തോട് കൂടെ നടപ്പാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു മാനസികാവസ്ഥ നമ്മിലുണ്ടാകട്ടെ. അടുത്ത പറഞ്ഞേ, ദൈവത്തോട് കൂടെ നടക്കാം, ദൈവത്തോട് കൂടെ വസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മരിച്ചതിന് ശേഷം ഞാൻ ദൈവസന്നിധിയിലെത്തും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കരുത്. ജീവനോടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മോട് കൂടെ വസിക്കുന്ന അനുഭവത്തെ കർത്താവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നു തീരും എൻ്റെ കഷ്ടം എന്നീ മണ്ണിലേ, അന്നു മാറും. ഈ വരികളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്ന് മാറും. എന്ന് മാറും? മരിച്ചതിന് ശേഷം. എന്നാണോ ഞാൻ മരിക്കുന്നത് അപ്പോൾ എൻ്റെ കഷ്ടമെല്ലാം മാറും. ആ ഒരു മെൻറ്റാലിറ്റി മാറ്റാൻ സമയമായി. ഭൂമിയിൽ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ, മരിക്കുമ്പോഴല്ല കഷ്ടം മാറുന്നത്, മരിക്കുമ്പോഴല്ല നിത്യതയിൽ പ്രവേശിക്കുന്നത്.
ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞു. ഈ ലോകത്തിന് നമ്മൾ മരിക്കുകയും ക്രിസ്തുവിൽ ജനിക്കുകയും ചെയ്തു കഴിഞ്ഞു. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, നിത്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു മെന്റാലിറ്റി, ഒരു മാനസികാവസ്ഥ ദൈവജനത്തിന് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അടുത്തേക്ക് എടുത്ത് പറഞ്ഞേ, ഞാൻ നിത്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ ഏദനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ കനാനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ പുതിയ യെരുശലേമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി വരുമെന്നല്ല, വന്നു കഴിഞ്ഞു. എന്നാൽ അപ്പോഴും നമ്മൾ ശരീരത്തിൽ തന്നെ വസിക്കുന്നു. ആത്മാവിൽ നാം ക്രിസ്തുവിനുള്ളിലാണ്. ആത്മാവിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടത്താണ്. ആത്മാവിൽ ദൈവരാജ്യത്തിലാണ്. എന്നാൽ ശരീരത്തിൽ നമ്മൾ ഭൂമിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. വചനം നമുക്ക് തരുന്ന ഒരു വെളിച്ചമുണ്ട്. നമ്മൾ ദൈവരാജ്യത്തിലാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നിത്യജീവൻ തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ശരീരത്തിൽ വസിക്കുന്നു. ഹാനോക്ക് ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. നാമും ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സോ മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കരുത്. അന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലെ അന്നെന്നുള്ള ലക്ഷ്യം മൈൻഡിൽ വേണ്ട. കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നിരിക്കുന്നത് ഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവരുവാനാണ്, ദൈവരാജ്യത്തെ കൊണ്ടുവരുവാനാണ്. ആ ലക്ഷ്യത്തോടുകൂടെ ഓരോ ദിവസവും ജീവിക്കാം. This is the day that the Lord has made, that the Lord has made. We will rejoice and be glad in it, and be glad in it. This is the day that the Lord has made. We will rejoice and be glad in it. This is the day that the Lord has made, that the Lord has made. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ചുല്ലസിക്കുക. ഇന്ന് നാം വചനത്തിൽ സന്തോഷിക്കണം. ഇന്ന് നാം ദൈവത്തിൽ സന്തോഷിക്കണം. ഇന്ന് നാം പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണം. ഇന്ന് എന്നുള്ളിടത്തോളം നാം ദൈവത്തിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കും. ആ ക്വാളിറ്റീസ് നമ്മിൽ വന്നാൽ കർത്താവ് നമ്മോട് കൂടെ വസിക്കും. മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന അനുഭവത്തിലേക്ക് നമുക്കും പോകുവാൻ കഴിയും. അങ്ങനെയുള്ള ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാർ ഈ ഭൂമിയിൽ വർദ്ധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെയാകണം, നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ അങ്ങനെയാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവപുത്രന്മാർ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തെ ചുമക്കുന്ന, ദൈവത്തിൻ്റെ ശക്തിയെ ചുമക്കുന്ന, ദൈവത്തിൻ്റെ തേജസ്സിനെ ചുമക്കുന്ന ദൈവപുത്രന്മാർ എഴുന്നേൽക്കണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ എഴുന്നേൽക്കാം. ഞാനൊരു ദൈവപുത്രൻ, കർത്താവിനെ ദൈവപുത്രനാക്കി മാറ്റുകയാണ്. കർത്താവിൻ്റെ ദൈവരാജ്യത്തുള്ള ഒരു ദൈവപുത്രനാക്കി മാറ്റുകയാണ്. കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവ പൈതലാക്കി മാറ്റുകയാണ്. അത് തന്നെ ഉണർന്നുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മക്കളല്ല, പിശാചിന് നമ്മുടെ മേൽ കാര്യമില്ല. നമ്മൾ ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാരാണ്. We are the sons of God in the kingdom of God. നമ്മൾ ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാരാണ്. ഹല്ലേലൂയ. ഓക്കെ, കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ സൽഗുണപൂർത്തി, ഏതൊക്കെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സൽഗുണപൂർത്തി വരണം എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 1 Peter chapter 1 verse 16. Thank you Lord Jesus.
நான் பரிசுத்தர், ஆகையால் நீங்களும் பரிசுத்தராயிருங்கள் என்று எழுதியிருக்கிறதே. ശരി, കർത്താവ് അരുളി ചെയ്തൊരു വാചകത്തെ അപ്പോസ്തലനായ പത്രോസ് ഉദ്ധരിച്ച് പറയുകയാണ്, ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പിൻ. കർത്താവ് എന്താണ്? വിശുദ്ധനാണ്. കർത്താവ് എന്താണ്? എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ഒരു ക്വാളിറ്റി മറ്റൊന്നിനുമില്ല. പരിശുദ്ധൻ എന്ന് പറയുവാൻ കണക്കിനുള്ള ഒരു മഹത്വം ഈ ലോകത്തിൽ മറ്റൊന്നിനുമില്ല. സർവശക്തനായ ദൈവം, വായ തുറന്ന് പറഞ്ഞേ, സർവശക്തനായ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഹല്ലേലൂയ. ശരി, ഈ വിശുദ്ധി ഈ വചനം വായിച്ചാലും അതെങ്ങനെ ആ ക്വാളിറ്റിയിലേക്ക് വരുമെന്ന് മനസ്സിലാകില്ല. പക്ഷേ കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാകും. എന്നിലുള്ള പല ക്വാളിറ്റീസ് നിങ്ങളിലും വരണം, എൻ്റെ മേലുള്ള പല ഗുണങ്ങളും നിങ്ങളിലും വരണം. അപ്പോൾ വിശുദ്ധി എന്നൊരു ക്വാളിറ്റി ദൈവത്തിനുണ്ട്, അതുപോലെ നമ്മളുമാകണം. അതുപോലെ ആകാനുള്ള മറ്റു ചില കാര്യങ്ങളെ ചിന്തിക്കുമ്പോഴാണ് ആ വിശുദ്ധിയിലേക്ക് നമുക്ക് വരുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഓട്ടോമാറ്റിക്കലി ആ വിശുദ്ധിയിലേക്ക് വരുവാനുള്ള പല പല കാര്യങ്ങളും അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തുന്ന ചില കാര്യങ്ങളെ നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. பிரியமானவர்களே, ஒருவரில் ஒருவர் அன்பாயிருக்க கடவோம். ஏனெனில் அன்பு தேவனால் உண்டாயிருக்கிறது. அன்புள்ள எவனும் தேவனால் பிறந்து അവരെ അറിந்திருக்கிறான். ശരി, നാം അന്യോന്യം സ്നേഹിക്കുക. ലവ് ഈച്ച് അതർ. അന്യോന്യം എന്ത് വേണം? സ്നേഹം വേണം. വെറുപ്പല്ല, കയ്പല്ല, അസൂയയല്ല, ദേഷ്യമല്ല, പക വേണ്ട, പിണക്കം വേണ്ട. പരസ്പരം എന്ത് വേണം? സ്നേഹം വേണം. അടുത്തേക്ക് എടുത്ത് പറഞ്ഞേ, ഐ ലവ് യു. മലയാളത്തിൽ പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞാലുള്ള പ്രശ്നം. ഓക്കെ, അടുത്ത് 2-3 പേർക്ക് എടുത്ത് പറഞ്ഞേ, ഐ ലവ് യു. ഒരാൾക്കല്ല, 2-3 പേർക്ക് എടുത്ത് പറഞ്ഞേ, ഐ ലവ് യു. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളടുത്ത് സ്നേഹമുണ്ട്. കർത്താവ് എന്താ പറഞ്ഞേ? അന്യോന്യം സ്നേഹിക്കുക. പരസ്പരം എന്ത് വേണം? സ്നേഹിക്കുക, സ്നേഹം വേണം. അപ്പോൾ സ്നേഹമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഇനി വേറൊരു ലാംഗ്വേജിൽ ഇങ്ങനെ പറയാം, സ്നേഹമില്ലാത്തവരുടെ കൂടെ ദൈവം വസിക്കില്ല, സ്നേഹമില്ലാത്തവരുടെ കൂടെ പരിശുദ്ധാത്മാവ് വസിക്കില്ല. ഹല്ലേലൂയ. സ്നേഹമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. ആമേൻ. വെറുപ്പ് ഉള്ളിലുണ്ടോ? വെറുപ്പുള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ വസിക്കില്ല. വെറുപ്പുണ്ടെങ്കിൽ വെറുപ്പ് മാറണം. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ ആരോടും വെറുപ്പോ കയ്പോ പകയോ പിണക്കമോ കോപമോ വേണ്ട. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം വസിക്കില്ല, ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റില്ല. പക്ഷെ തൻ്റെ മക്കൾ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഈ വചനങ്ങളെല്ലാം തൻ്റെ മക്കൾക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ വചനങ്ങളെല്ലാം പറഞ്ഞ അപ്പോസ്തലന്മാർ ജനത്തെ ഒരുക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം ഇതാണ്: ദൈവം കൂടെ വസിക്കുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തിൻ്റെ വാസമുണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വാസമുണ്ടാകുവാൻ സഭയെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മെ സ്വയം പരിശോധിക്കാം. വെറുപ്പെന്നിൽ വേണ്ട, പക എന്നിൽ വേണ്ട, അസൂയ എന്നിൽ വേണ്ട, കയ്പെന്നിൽ വേണ്ട, പിണക്കം എന്നിൽ വേണ്ട. ഒരു സ്നേഹം എന്നിൽ നിറയട്ടെ. ദൈവത്തോടും സ്നേഹം വേണം, ദൈവത്തിൻ്റെ സൃഷ്ടികളോടും സ്നേഹം വേണം. ആരോടൊക്കെ സ്നേഹം വേണം? കൂടുതൽ സ്നേഹം സൃഷ്ടാവിനോട് വേണം, കൂടുതൽ സ്നേഹം ദൈവത്തോട് വേണം. എന്നാൽ മറ്റ് സൃഷ്ടികളോടും സ്നേഹം വേണം. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. വീണ്ടും, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായേക്കാം, പക്ഷെ അത് ദൈവത്തിന് ദേഷ്യമുള്ളത് കൊണ്ടല്ല, ദൈവത്തിന് വെറുപ്പുള്ളത് കൊണ്ടല്ല,
അത് ദൈവത്തിൻ്റെ നീതിയാണ്. ആ ഒരു വെറുപ്പോ കയ്പോ പകയോ ദൈവത്തിന് ആരോടുമില്ല. അനീതി ഉള്ളപ്പോൾ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ന്യായവിധികളുണ്ടാകും. ദുഷ്ടതയിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ന്യായവിധികളുണ്ടാകും. കാപട്യത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ന്യായവിധികളുണ്ടാകും. അത് ദൈവത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ദൈവത്തിൻ്റെ ന്യായവിധിയെ കൊണ്ടുവരുന്ന പല കാര്യങ്ങളുണ്ട്. അത് ദൈവത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ദൈവം സ്നേഹം തന്നെ. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരാണ്? ദൈവപുത്രനാണ്. അവൻ ദൈവപുത്രൻ എന്ത് ചെയ്യും? അവൻ സ്നേഹിക്കും. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അവൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, സ്നേഹം അത് നമ്മുടെ ഉള്ളത്തിൽ വേണം. ഞാൻ പറഞ്ഞല്ലോ, വെറുപ്പ് വേണ്ട, എങ്കിലേ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യത്തിലേക്ക്, മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് പോകാം. മീഖ 6-ാം അധ്യായം 8-ാം വാക്യം. മീഖ chapter 6 verse 8. மனுஷனே, நன்மை இன்னதென்று அவர் உனக்கு அறிவித்திருக்கிறார். நியாயம் செய்து இரக்கத்தை சிநேகித்து உன் தேவனுக்கு முன்பாக மனத்தாழ்மையாய் நடப்பதே அல்லாமல் വേറെ എണ്ണത്തെ കർത്തർ ഉന്നിടത്തിൽ കേൾക്கிறாർ. നോക്കിക്കേ, ദൈവം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് പ്രവാചകൻ പറയുന്നു. ദൈവം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? പലരും ചോദിക്കും, എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം വചനത്തിൽ നമുക്ക് കാണാം. ന്യായം പ്രവർത്തിപ്പാനും. ന്യായം, എല്ലാവരും പറഞ്ഞേ, ന്യായം, നീതി. ഇത് ദൈവത്തിൻ്റെ അടിസ്ഥാന ഗുണമാണ്. ന്യായവും നീതിയും ദൈവത്തിൻ്റെ ബേസിക് ക്വാളിറ്റിയിൽപ്പെട്ടതാണ്. ന്യായവും നീതിയും ജീവിതത്തിലില്ലെങ്കിൽ, ന്യായവും നീതിയും സ്വഭാവത്തിലില്ലെങ്കിൽ ദൈവം കൂടെ നടക്കില്ല. ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കില്ല. ചിലർ ആരാധിച്ചാലും ന്യായം നീതി പോലുള്ള സ്വഭാവത്തിൻ്റെ അംശങ്ങൾ ജീവിതത്തിൽ വരാതിരുന്നാൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചേക്കാം, പക്ഷെ വസിക്കില്ല. പരിശുദ്ധാത്മാവ് വസിക്കണമോ? നീതിയും ന്യായവും വേണം. ആദ്യത്തെ കാര്യം മറക്കേണ്ട, സ്നേഹം വേണം. സ്നേഹമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് വസിക്കില്ല, ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റില്ല. ന്യായവും നീതിയും ജീവിതത്തിൽ സ്വഭാവത്തിൽ ഇല്ലെങ്കിലും ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ദൈവം നീതിമാനാണ്. ദൈവം ന്യായം ഇഷ്ടപ്പെടുന്നു. നമ്മെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നു നീതിയും ന്യായവും നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കൂടെ നടക്കണമോ? ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ ദൈവത്തോട് കൂടെ നടക്കണമോ? നീതിയും ന്യായവും ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. തളർന്നോ നിങ്ങൾ? ഇല്ലല്ലോ. ഓക്കെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ നടക്കണം? താഴ്മയോടെ നടക്കണം. താഴ്മയോടെ നടക്കണം. താഴ്മയും ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ്. ദൈവം ആവശ്യപ്പെടുന്നു, നീ താഴ്മയോടെ നടക്കണം. താഴ്മയില്ലാത്തവരുടെ കൂടെയും ദൈവം വസിക്കില്ല. താഴ്മയില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. താഴ്മയില്ലാത്തവരുടെ മേൽ പരിശുദ്ധാത്മാവ് വസിക്കില്ല. താഴ്മയില്ലാത്തവരുടെ മേൽ പിശാച് ബാധിക്കും. ദുരാത്മാവ് താഴ്മയില്ലാത്തവരെ പിടിക്കും. ഹല്ലേലൂയ. അടുത്ത കേട്ടു പറഞ്ഞേ, താഴ്മയില്ലെങ്കിൽ പിശാച് പിടിക്കും. താഴ്മയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കില്ല. ഓക്കെ, എന്തു വേണം? താഴ്മ വേണം. അപ്പോൾ നീതി വേണം, ന്യായം വേണം, താഴ്മ വേണം. ഇതാണ് കർത്താവ് തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്നത്. നീതിയും ന്യായവും താഴ്മയും ഉണ്ടെങ്കിൽ കർത്താവ് കൂടെ നടക്കും, കൂടെ വസിക്കും. നമുക്കും കർത്താവിനോട് കൂടെ നടക്കാം. ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിനുള്ള ക്വാളിറ്റീസ് ആണ്, നമ്മിലും വേണം.
യേശുവിൽ ആ താഴ്മ പ്രതിഫലിച്ചു. ദൈവപുത്രനായി മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന യേശുവിലും ആ താഴ്മയെ നമുക്ക് കാണാം. യാക്കോബിന്റെ ലേഖനം, ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 10, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ താഴ്മയെക്കുറിച്ച് അവിടെ പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? താഴണം, എങ്കിൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുന്നത് ഒന്നാമത്തെ കാര്യം. സ്വഭാവത്തിൽ മുഴുവനും താഴ്മ വേണം, പക്ഷേ ദൈവസന്നിധിയിലും ഒരു താഴ്മ വെളിപ്പെടണം. ഹല്ലേലൂയ. എൻ പരലോക രാജാവുക്ക് മുൻപാകെ நான் ஒன்றுமில்லை, நான் ஒன்றுமில்லை, என்னை படைத்த என் தெய்வத்திற்கு முன்பாக நான் ஒன்றுமில்லை, நான் ஒன்றுமில்லை, என் பரலோக ராஜாவுக்கு முன்பாக நான் ஒன்றுமில்லை, என்னை படைத்த என் தெய்வத்திற்கு முன்பாக நான் ஒன்றுமில்லை. കർത്താവിന്റെ പാദത്തിൽ കൂട്ടായ്മയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ താഴ്മയോടെ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നവർ, വെറുപ്പോടെ സംസാരിക്കുന്നവർ, ഇറിറ്റേഷൻ കാണിക്കുന്നവർ, അവരുടെ മേലെല്ലാം പിശാച് വരും. ദാവീദ് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ശൗൽ രാജാവ് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, താഴ്മ നഷ്ടപ്പെട്ടപ്പോൾ, എതിർത്തു നിന്ന് തുടങ്ങിയപ്പോൾ, പ്രവാചകനോട് എതിർത്തു നിന്ന് തുടങ്ങിയപ്പോൾ ശൗലിനെ ദുരാത്മാവ് ബാധിച്ചു. ഹല്ലേലൂയ. ചില അഭിഷിക്തരോട് എതിർത്തു നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നോട്ട് ചെയ്യുക, പിശാച് വന്നു പോകുന്ന സമയങ്ങളായി. ശൗലിനെ ദുരാത്മാവ് ബാധിച്ചത് എപ്പോഴാണ്? അഭിഷിക്തനായ ശമൂവേലിനോട് എതിർത്ത് നിന്ന് തുടങ്ങിയപ്പോൾ. ഹല്ലേലൂയ. ബഥേലിലായാലും മറ്റാത്മീക സഭകളിലായാലും അവിടെ നടത്തുന്ന അഭിഷിക്തരോട് ദൈവത്തിൻ്റെ ജനത്തിൽപ്പെട്ടവർ എതിർത്ത് നിന്ന് തുടങ്ങുമ്പോൾ, ചോദ്യം ചെയ്തു തുടങ്ങുമ്പോൾ, വെറുപ്പോടെ സംസാരിച്ചു തുടങ്ങുമ്പോൾ, കയ്പോടെ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവരെ പ്രത്യേകം നോട്ട് ചെയ്യുക. ദുരാത്മാവ് തൊട്ടിട്ടുണ്ട്, ദുരാത്മാവ് വിസിറ്റ് ചെയ്യുന്നുണ്ട്, ദുരാത്മാവ് വന്നു പോകുന്നുണ്ട്, ദുരാത്മാവിൻ്റെ സ്വാധീനമുണ്ട്, ദുരാത്മാവിൻ്റെ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. വെറുപ്പ്, പ്രത്യേകിച്ചും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അഭിഷിക്തരോട് താഴ്മപ്പെടുവാൻ പറ്റുന്നില്ല, കീഴ്പ്പെടുവാൻ പറ്റുന്നില്ല. അവരൊരു കാര്യം പറഞ്ഞാൽ ഇറിറ്റേഷൻ ആകുന്നു, അവരൊരു കാര്യം പറഞ്ഞാൽ ടെൻഷൻ ആകുന്നു, അവരൊരു കാര്യം പറഞ്ഞാൽ വിഷമമുണ്ടാകുന്നു, അവരൊരു കാര്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. പിശാച് ബാധിച്ചതിൻ്റെ അടയാളമാണ്. അടുത്ത കേടുത്ത് പറഞ്ഞേ, പിശാചിന് ഇടം കൊടുക്കരുത്. ആമേൻ, ഹല്ലേലൂയ. പിശാചിനിടം കൊടുക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നാൽ, താഴ്മ ധരിച്ചാൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കും. ദൈവത്തോട് കൂടെ നടക്കാം, ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്ന അനുഭവത്തിൽ നിൽക്കാം. പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ അഭിഷിക്തരോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കള്ളം പറയാതിരിക്കുവാൻ, എതിർത്ത് നിൽക്കാതിരിക്കുവാൻ, ഇറിറ്റേഷൻ കാണിക്കാതിരിക്കുവാൻ, വെറുപ്പ് കാണിക്കാതിരിക്കുവാൻ, ഉന്നത ഭാവം കാണിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകത്തിലും പാടില്ല, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേകിച്ചും പാടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉന്നത ഭാവം കാണിക്കുമ്പോൾ, കള്ളത്തരങ്ങൾ കാണിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുന്നത്. അനനിയ, സഫീറ, പത്രോസ് എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനോട് കൂടിയാലോചന കഴിച്ച് ഗൂഢാലോചന നടത്തി കള്ളം പറഞ്ഞു. സ്നേഹമാണ് ദൈവമെങ്കിലും ദൈവത്തിൻ്റെ ന്യായവിധി ആ സിറ്റുവേഷനിലുണ്ടായി. ദൈവം സ്നേഹമാണ്, പക്ഷേ കള്ളത്തരം അഭിഷിക്തനോട് പറഞ്ഞപ്പോൾ ദൈവം മിണ്ടാതിരുന്നില്ല, ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായി. ഹല്ലേലൂയ. അഭിഷിക്തരോട് ഉള്ള പെരുമാറ്റം, ദൈവത്തിൻ്റെ അഭിഷിക്തരോടുള്ള ഇടപെടൽ സൂക്ഷിച്ചു വേണം. അവരോട് സംസാരിക്കുന്ന ഓരോ വാക്കും സൂക്ഷിച്ചു വേണം. ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കിൽ നിന്ന് തന്നെ നിന്നെ ന്യായം വിധിക്കും. ഇതാണ് ദൈവനീതി, ഇതാണ് ദൈവത്തിൻ്റെ ന്യായം.
അതുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷിക്തരോട് സംസാരിക്കുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഏദൻ തോട്ടത്തിൽ വന്ന പാമ്പിനെ പോലെ വാസ്തവത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദൈവം എന്താണ് പറഞ്ഞത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ള പാമ്പിൻ്റെ സ്വഭാവം കാണിക്കരുത്. ദൈവത്തിൻ്റെ മക്കൾ താഴ്മയോടുകൂടെ ദൈവസന്നിധിയിൽ വസിക്കേണ്ടവരാണ്. താഴ്മയുണ്ടെങ്കിൽ ദൈവകൃപയിൽ നിന്നും വീണു പോകില്ല. താഴ്മയുണ്ടെങ്കിൽ താഴ്മയുള്ളവനെ ദൈവം ഉയർത്തും. താഴ്മയുണ്ടെങ്കിൽ താഴ്മയുള്ളവൻ്റെ മേൽ ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടാകും. താഴ്മ സ്വഭാവത്തിലില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കില്ല. ആരാധനയിൽ വന്ന് തൊട്ടിട്ട് പോയേക്കാം, ആരാധനയിൽ വന്ന് പരിവർത്തിച്ചിട്ട് പോയേക്കാം. എന്നാൽ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ, ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ വാസം ഉണ്ടാകണമെങ്കിൽ താഴ്മ സ്വഭാവത്തിൽ വേണം. പ്രത്യേകിച്ചും ദൈവസന്നിധിയിൽ ദൈവിക കാര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് താഴ്മ വേണം. എങ്കിൽ മാത്രമേ കർത്താവിനോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ വെറുതെ അല്ല. ദൈവം ഇഷ്ടപ്പെടുന്ന ഈ ക്വാളിറ്റീസ്, ഈ ഗുണങ്ങൾ ഹാനോക്കിൽ ഉള്ളത് കൊണ്ടാണ് ഹാനോക്കിന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിഞ്ഞത്. നോഹയ്ക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിഞ്ഞത് നീതിമാനായതുകൊണ്ടാണ്, ന്യായത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനുള്ള ഒരു നല്ല മനസ്സുള്ളത് കൊണ്ടാണ്, ദൈവത്തിലൊരു ഭക്തിയും സ്നേഹവും വിശ്വാസവും ബഹുമാനവും ഉള്ളത് കൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിഞ്ഞത്. കൂടെ നടക്കാം. ഹല്ലേലൂയ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആമേൻ ആമേൻ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓക്കേ, മോദമാണോ? സന്തോഷമാണോ? ആർക്കൊക്കെ സന്തോഷമാണ് കർത്താവിനോട് കൂടിയിരിക്കുന്നത്? സന്തോഷമാണ്. അത് തന്നെ പ്രകടിപ്പിക്കണം. ആ സന്തോഷം വർദ്ധിക്കണം. കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ആ സന്തോഷം, അതിനെ ആസ്വദിക്കുന്നത് വർദ്ധിക്കണം. അതിനെ കൂടുതൽ ആസ്വദിക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ഇരിക്കുന്ന കർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോഴെല്ലാം ഹൃദയം തുറക്കണം. ഹൃദയം തുറന്ന് അതിൻ്റെ രുചി അനുഭവിക്കണം. അതിനെ ആസ്വദിക്കണം. ടേസ്റ്റ് ചെയ്യണം. or taste and see that the Lord is good. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ താഴ്മ വേണം. എന്തിന്? ദൈവത്തോട് കൂടെ നടക്കുവാൻ. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്. മാത്യു ചാപ്റ്റർ 11 verse 29. நான் சாந்தமும் மனத்தாழ்மையுமாய் இருக்கிறேன். என் நுகத்தை உங்கள் மேல் ஏற்றுக்கொண்டு என்னிடத்தில் கற்றுக்கொள்ளுங்கள். அப்பொழுது உங்கள் ആത്മാക്களுக்கு ഇളപ്പാറുതൽ கிடைக்கும். മലയാളത്തിൽ ആരെങ്കിലും വായിച്ചേ? ഓക്കെ, ഞാൻ വായിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. ആര് പറയുന്നതാണ്? യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, ഞാൻ എങ്ങനെയുള്ളവനാണ്? സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ഓക്കെ, അഹങ്കാരിയല്ല. കർത്താവ് രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, അധികാരമുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യും. പക്ഷേ സ്വഭാവത്തിൽ എന്തില്ല? അഹങ്കാരമില്ല. യേശു എന്ന മനുഷ്യൻ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി വന്നതാണ്. യേശു എന്ന മനുഷ്യനിൽ, മനുഷ്യപുത്രനായി വന്ന യേശുവിൽ ഒരു മാതൃകയെ നമുക്ക് കാണാം. കണ്ടുപഠിക്കുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. യേശുവിനെ നോക്കുവേൻ. ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. ആ സ്വഭാവത്തെ നോക്കുവേൻ. ആ രീതികളെ നോക്കുവേൻ. ആ മെത്തേഡുകളെ നോക്കുവേൻ. യേശുവിൽ നല്ലൊരു മാതൃകയുണ്ട്. യേശുവിനെ നോക്കി പഠിച്ചാൽ പിതാവിനോട് കൂടെ നടക്കാം, ദൈവത്തോട് കൂടെ നടക്കാം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കും. ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ സ്വഭാവങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ. താഴ്മയുള്ള സ്വഭാവം ഇല്ല എങ്കിൽ സംസാരത്തിൽ താഴ്മ വേണം, പെരുമാറ്റത്തിൽ താഴ്മ വേണം, ജീവിതത്തിൽ താഴ്മ വേണം, മറ്റു വ്യക്തികളോടുള്ള പെരുമാറ്റത്തിലും ഇടപെടലിലും ഒരു താഴ്മ വേണം. എടുത്തടിച്ച പോലെ സംസാരിക്കുന്നത്, വളരെയധികം കോപത്തോടുകൂടെ പെരുമാറുന്നത്, കൺട്രോൾ ഇല്ലാത്ത ടെൻഷൻ കാണിക്കുന്നത്, ഇങ്ങനെയുള്ളവർക്കൊന്നും ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റില്ല. അടുത്തൊരു കൈയെടുത്ത് പറഞ്ഞേ, കൺട്രോൾ ഇല്ലാത്ത ദേഷ്യം ആപത്താണ്. ടെൻഷൻകാർക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയില്ല. ശരി,
ടെൻഷൻ എന്ന അസുഖം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതൊരു രോഗമാണ്, ഒരു സ്പിരിച്വൽ ഡിസീസാണ്. അതിനെ ചികിത്സിക്കണം, വചനത്താൽ ചികിത്സിക്കണം, അഭിഷേകത്താൽ ചികിത്സിക്കണം. ചികിത്സിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോട് കൂടെ നടക്കുവാനുള്ളൊരു സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. ക്ഷമയുണ്ടാകട്ടെ, താഴ്മയുണ്ടാകട്ടെ, സൗമ്യതയുണ്ടാകട്ടെ. എന്തിന്? യേശുവോട് കൂടെ നടക്കാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ സ്വഭാവം മാറണം. ഹല്ലേലൂയ. ഓക്കെ, കർത്താവ് പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എനിക്കെന്തുണ്ട്? സൗമ്യതയുണ്ട്. ഞാൻ എടുത്തടിച്ചതുപോലെ സംസാരിക്കില്ല. കൺട്രോളില്ലാത്ത ടെൻഷൻ എനിക്കില്ല. കൺട്രോളില്ലാത്ത കോപം എനിക്കില്ല. സഹിക്കാൻ പറ്റാത്ത ദേഷ്യം എനിക്കില്ല. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് പഠിപ്പിൻ. കർത്താവിനെ മാതൃകയാക്കിയാൽ, ഈ കാലഘട്ടത്തിലും ഈ തലമുറയിലും യേശുവിനെ ഒരുവൻ മാതൃകയാക്കിയാൽ അവൻ്റെ സ്വഭാവം നന്നായിരിക്കും, അവൻ്റെ നിലവാരം, സ്റ്റാൻഡേർഡ്, പേഴ്സണാലിറ്റി നന്നായിരിക്കും, അവൻ്റെ ജീവിതം നന്നായിരിക്കും. യേശുവിനെ നോക്കുവിൻ, യേശുവിനെ അനുഗമിക്കുവിൻ, യേശുവിനെ കണ്ട് പഠിക്കുവിൻ. കർത്താവ് തന്നെ പറയുന്നു, എന്നോട് പഠിക്കുവിൻ. ഹല്ലേലൂയ. മറ്റാർക്കാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? കർത്താവ് നോക്കുക, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ലുക്ക് അറ്റ് മീ. എന്നെ കണ്ട് പഠിക്കുവിൻ, എന്നെ നോക്കി പഠിക്കുവിൻ. ഞാനാണ് നിങ്ങൾക്ക് മാതൃക. കർത്താവ് പറയുന്നത് നോക്കൂ, നമ്മുടെ മാതൃക യേശു. ജീസസ് ഈസ് അവർ റോൾ മോഡൽ. യേശുവാണ് നമ്മുടെ മാതൃക. യേശു തന്നെ നമ്മുടെ മാതൃകയായിരിക്കട്ടെ. നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ വന്നാൽ ദൈവ സാന്നിധ്യം വർദ്ധിക്കും, ദൈവത്തിൻ്റെ ശക്തി വർദ്ധിക്കും, പരിശുദ്ധാത്മാവിൻ്റെ വാസമുണ്ടാകും, ദൈവത്തോട് കൂടെ നടക്കാം, ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ദൈവജനം, ദൈവപുത്രന്മാർ ബലപ്പെട്ട് എഴുന്നേൽക്കണം. എല്ലാ അശുദ്ധികളും മാറിപ്പോകണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കരടുകൾ, കോപം ഒരു കരടാണ്, ദേഷ്യം, കയ്പ്, പക, പിണക്കം, ഇതെല്ലാം കരടുകളാണ്. ദൈവത്തിൽ നിന്നും നമ്മുടെ ബന്ധത്തെ നഷ്ടപ്പെടുത്തുന്ന, നമ്മെ നശിപ്പിക്കുന്ന കരടുകളാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയാം, അതെല്ലാം എടുത്തെറിഞ്ഞു കളയാം. അത് വേണ്ട. ദൈവത്തിൻ്റെ ബന്ധത്തെ നശിപ്പിക്കുന്ന ആ കരടുകളെ എടുത്തു കളയാം. ആ ബന്ധത്തെ കൊണ്ടുവരുന്ന, ആ ബന്ധത്തെ ഉറപ്പിക്കുന്ന, ആ വാസത്തെ കൊണ്ടുവരുന്ന, കൂടെ നടക്കുന്ന അനുഭവങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ എനിക്ക് മതി. ഹല്ലേലൂയ. എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഹല്ലേലൂയ. താഴ്മ യേശുവിലുണ്ട്, സൗമ്യത യേശുവിലുണ്ട്. ഈ ചില ക്വാളിറ്റീസിന് തന്നെ ചില ബ്ലെസ്സിങ്സ് ഉണ്ട്. യേശുവിൽ എന്തുണ്ട്? സൗമ്യതയുണ്ട്. കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് സംഭവിക്കും? അവർ ഭൂമിയെ അവകാശമാകും. എന്ന് പറഞ്ഞാൽ ഭൗമികമായ വേർഡ്ലി ബ്ലെസ്സിങ്സ് വേണമെങ്കിൽ, അത് ദൈവത്താൽ വരണമെങ്കിൽ സൗമ്യത എന്ന ആ ഒരു ക്യാരക്ടർ സ്വഭാവത്തിൽ വേണം. സൗമ്യതയില്ലാതെ ഭയങ്കര ടെൻഷൻ പാർട്ടികൾക്കും ഭയങ്കര കോപത്തിൻ്റെ ആളുകൾക്കും പ്രാർത്ഥനയാൽ അനുഗ്രഹം വരില്ല, ഭൗതിക നന്മകൾ വരില്ല. ഭൗതിക നന്മകൾ ദൈവത്താൽ വരണമോ, ഭൗതിക നന്മകൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായി വരണമോ, സൗമ്യത സ്വഭാവത്തിലുണ്ടാകട്ടെ. എന്നിട്ട് പ്രാർത്ഥിക്കാതെ തന്നെ ആ നന്മ വരും. സ്വഭാവം ശരിയായാൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും സാരമില്ല, ആ നന്മ വന്നോളും. പ്രാർത്ഥിക്കണം, പക്ഷേ സ്വഭാവം തന്നെ ചില നന്മകളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഓക്കെ, അടുത്ത് കർത്താവിൻ്റെ ദയയെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തിൽ, ലൂക്കോസ് 6:36 ദയയെക്കുറിച്ച്, കരുണയെക്കുറിച്ച് ആ വചനം പറയുന്നു, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. മേഴ്സി അല്ലെങ്കിൽ കമ്പാഷൻ, മനസ്സലിവ്, ദയ, അലിവ് ഉള്ളവരായി നിങ്ങളും ഇരിക്കണം. നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം? അലിയണം. കഠിന മനസ്സ് നിങ്ങൾക്ക് വേണ്ട. ഇസ്രായേൽ മക്കള് അവർ മരുഭൂമിയിൽ അനേക നന്മകൾ സ്വന്തമാക്കിയെങ്കിലും അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അവർ ദൈവത്തിനെതിരെ സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ സംസാരിക്കുവാൻ അവർക്കൊരു ശങ്കയുമില്ല, നിസ്സാരമായി സംസാരിക്കും. അങ്ങനത്തെ അവരുടെ സംസാരങ്ങളാണ്, അവരുടെ നാക്ക് കൺട്രോൾ ഇല്ലാതെ സംസാരിച്ചത് കൊണ്ടിട്ടാണ് ദൈവം വെച്ചിരുന്ന കനാൻ എന്ന വലിയ നന്മ അവർക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോയത്.
നാക്ക് കൺട്രോൾ ഇല്ലാതെ സംസാരിക്കുന്നുണ്ടോ, അനേക നന്മകൾ നിന്നെ വിട്ട് ദൂരെ പോകും. 40 ദിവസത്തിൽ വരേണ്ട നന്മ 40 വർഷത്തിലേക്ക് നീണ്ടുപോയത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അവരുടെ ഹൃദയം കഠിനപ്പെടുന്ന ഹൃദയമായിരുന്നു. ഹൃദയ കാഠിന്യം അവർക്കുള്ളത് കൊണ്ട് ദൈവത്തിന്റെ നന്മ അവർ സ്വന്തമാക്കിയില്ല. വാഗ്ദത്തം കേട്ടു, പ്രവചനം കേട്ടു, ദൂത് കേട്ടു, പക്ഷേ കയ്യിൽ കിട്ടിയില്ല, സ്വന്തമായില്ല, അവരെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ദൈവത്തിന്റെ നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ സ്വഭാവത്തിൽ വരാമെങ്കിൽ വചനം പറയുന്നു, 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നന്മ മുന്നേ നിൽക്കും, നന്മ എടുക്കാൻ പോകുമ്പോൾ നന്മ ഓടിപ്പോകും, നന്മയെ കയ്യിൽ കിട്ടില്ല. പക്ഷേ സ്വഭാവം നേരെയാകുമ്പോൾ, സ്വഭാവത്തിൽ ഒരു വിശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കണക്ഷനും ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കണക്ഷനും ജീവിതത്തിൽ ഉണ്ടായാൽ നന്മയും കരുണയും നമ്മെ പിന്തുടരും. ഹല്ലേലൂയ. ഒരു ദൈവപുത്രനുണ്ടോ എന്ന് തേടി നന്മ വരും. നന്മയെ തേടി പോകണ്ട, നന്മ തേടി വരും. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞേ, നന്മ തേടി വരും. നന്മ ദൈവപുത്രനെ തേടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട്ടിൻതോൽ ധരിച്ച ചെന്നയായിരുന്നാൽ നന്മ തേടി വരില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചു, പന്നി, നായ്, പന്നിയും നായുമായിരുന്നാലും നന്മ തേടി വരില്ല. എത്ര ഉപവസിച്ചാലും എത്ര കൈയും കാലും വിട്ട് അടിച്ചാലും ശരി, നന്മ തേടി വരില്ല. ജീവിതത്തിൽ വചനത്താൽ ഒരു ശുദ്ധീകരണം ഉണ്ടായെങ്കിൽ നന്മ ദൈവജനത്തെ തേടി വരും. എത്ര പേർ വിശ്വസിക്കുന്നു? ചിലർ ഇങ്ങനെ വിചാരിക്കുകയാണ്, എനിക്കത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ, ആമേൻ. നന്മ തേടി വരും. ദൈവം തൻ്റെ മക്കളെ നന്മകളാൽ നിറയ്ക്കും. നന്മയും കരുണയും പിന്തുടരും. സമൃദ്ധി ഉണ്ടാകും, ആശീർവാദം ഉണ്ടാകും. എപ്പോ? ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറുമ്പോൾ. സ്നേഹമുള്ള സ്വഭാവം ഉണ്ടാകട്ടെ, നീതിയും ന്യായവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ, താഴ്മയുണ്ടാകട്ടെ, മനസ്സലിവുണ്ടാകട്ടെ, സൗമ്യതയുണ്ടാകട്ടെ. ഈ നല്ല ഗുണങ്ങൾ ദൈവത്തിൻ്റെ കണക്ഷനെ ഉണ്ടാക്കിത്തരും. പരിശുദ്ധാത്മാവിൻ്റെ വാസത്തെ കൊണ്ടുവരും. നന്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഓക്കെ, മറ്റൊരു കാര്യം, സദൃശ്യവാക്യം, പ്രോവർബ്സ് 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. கிருபையும் சத்தியமும் உன்னை விட்டு விலகாதிருப்பதாக, நீ அவைகளை உன் கழுத்திலே பூண்டு அவைகளை உன் இருதயமாகிய பலகையில் எழுதிக்கொள். ഓക്കെ, ഇവിടെ സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടു പോകരുത്. നിന്നെ വിട്ട് എന്ത് പോകരുത്? ദയയും വിശ്വസ്തതയും. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. തമിഴിൽ എന്താ വിശ്വസ്തതയ്ക്ക്? സത്യവും, അല്ലേ? സത്യവും, വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാം, ഒരു കാര്യം സത്യമായേ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു ക്വാളിറ്റി ദൈവമക്കൾക്ക് വേണം. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമോ? വിശ്വസിക്കാൻ കൊള്ളില്ലേ? സ്വന്തമായിട്ടൊന്ന് വാലിഡേറ്റ് ചെയ്തേ. വിശ്വസിക്കാൻ കൊള്ളാമോ? വിശ്വസിക്കാൻ കൊള്ളില്ലേ? കൊള്ളാമോ? അതായത് കാര്യത്തോട് അടുക്കുമ്പോഴേ പലരുടെയും കാര്യങ്ങൾ വെളിപ്പെട്ട് വരികയുള്ളൂ. പുറമേ എല്ലാവരും ഞാൻ കൊള്ളാമെന്നേ പറയുള്ളൂ. അങ്ങനല്ല, റിയലി പരിശോധിക്കുമ്പോഴും പരീക്ഷിക്കുമ്പോഴും ഒരു പൊന്നായി വിളങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ വിട്ട് മാറിപ്പോകരുത്. പരീക്ഷകൾ ജയിക്കണം, പരിശോധനകൾ ജയിക്കണം, കൊള്ളാകുന്നൊരു പൊന്നായി വിളങ്ങണം. വിശ്വസ്തതയുണ്ടോ എന്ന് കർത്താവ് പരിശോധിക്കും. അബ്രഹാമിനെ കർത്താവ് പരിശോധിച്ചു, ടെസ്റ്റ് ചെയ്തു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകൻ, നിന്റെ ഏകജാതനായ പുത്രൻ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ എനിക്ക് മോറിയ മലയിൽ ഹോമയാഗം അർപ്പിക്കുക. അബ്രഹാം ആ പരീക്ഷ ജയിച്ചു. തനിക്ക് വളരെ സ്നേഹമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം എന്നൊരു ഉറപ്പ്, ഒരു തീരുമാനം അബ്രഹാമിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അബ്രഹാം അതിനായി എല്ലാ സ്റ്റെപ്സും വെച്ചു.
അതാണ് അബ്രഹാമിന്റെ അനുസരണം. അത് ദൈവം നീതിയായി കണക്കിട്ടു. അത് ദൈവം അനേക വാഗ്ദത്തങ്ങൾ കൊടുക്കുവാൻ കാരണമാക്കി മാറ്റി. പരീക്ഷ ജയിക്കാമോ? പരിശോധനകൾ ജയിക്കാമോ? ജയിക്കുന്നവൻ അനേക നന്മകൾ സ്വന്തമാക്കും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചിന്തിച്ച പല ഗുണങ്ങൾ, ഈ ഗുണങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് പല സിറ്റുവേഷൻസും വെളിപ്പെടുത്തും. നമ്മുടെ വാക്കുകളല്ല അത് വെളിപ്പെടുത്തേണ്ടത്, സിറ്റുവേഷൻസ്, ജീവിതത്തിലെ സിറ്റുവേഷൻസ് അതിനെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, സ്നേഹം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ വെളിപ്പെടണം. സ്നേഹത്തെ, ആ സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലും സ്നേഹം കാണിച്ച് പരീക്ഷയെ ജയിക്കണം. ഹല്ലേലൂയ. ഏതൊരു സിറ്റുവേഷൻസിലും താഴ്മ നഷ്ടപ്പെടരുത്, കൺട്രോൾ തെറ്റരുത്, കോപം പൊട്ടിപ്പുറപ്പെടരുത്, കൺട്രോളില്ലാത്ത ദേഷ്യം വരരുത്, കൺട്രോളില്ലാത്ത ടെൻഷൻ വരരുത്. സിറ്റുവേഷൻ വെളിപ്പെടുത്തും. സിറ്റുവേഷൻസിൽ പരീക്ഷയെ ജയിക്കണം. ഹല്ലേലൂയ. വചനം കേട്ടാൽ പോരാ, ചെയ്യാമെന്ന് വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, സിറ്റുവേഷൻസിൽ അതിനെ വെളിപ്പെടുത്തണം. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ അതിനെ വെളിപ്പെടുത്തണം. അതാണ് ദൈവം അനുവദിക്കുന്ന ടെസ്റ്റിംഗ് ഏരിയാസ്, ദൈവം അനുവദിക്കുന്ന പരീക്ഷണശാലകൾ. ആ പരീക്ഷ നീ ജയിച്ചാൽ അതിൻ്റെ പിന്നിൽ ദൈവം ഒരു ബ്ലെസ്സിങ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലർ വചനം കേൾക്കുമ്പോൾ തന്നെ കോപിക്കരുതെന്ന് തീരുമാനിച്ച് പുറത്തിറങ്ങും. അപ്പോഴായിരിക്കും അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പിശാചുകൾ പുറകെ വരുന്നത്. ആ പിശാചുകൾ എന്തിനാണ് പുറകെ വരുന്നത്? കോപിക്കാൻ വേണ്ടിയിട്ടാണ്, കോപിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ പിശാചിനെ, ആ പാമ്പിനെ തിരിച്ചറിഞ്ഞ് ജയിച്ചാൽ ജീവന്റെ മന്നയുണ്ടാകും, ജീവവൃക്ഷത്തിന്റെ ഫലം ലഭിക്കും, ജീവജലം ലഭിക്കും. ഹല്ലേലൂയ. ജീവകിരീടം ലഭിക്കും. ചില നന്മകൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സിറ്റുവേഷൻസിൽ ജയിക്കാമോ? ചിലർ പറയും, ഇന്ന വ്യക്തിയോട് സംസാരിച്ചാൽ എൻ്റെ കൺട്രോൾ തെറ്റും, എനിക്ക് ദേഷ്യം വരും, ഞാൻ എന്തെങ്കിലും വായിൽ തോന്നുന്നത് വിളിച്ചു പറയും എന്ന സിറ്റുവേഷനാണോ? നീ ജയിച്ചിട്ടില്ല. ഏത് വ്യക്തിയോട് സംസാരിച്ചാലും, ഏത് സാഹചര്യത്തിലിരുന്നാലും നീ ജയിക്കണം. എങ്ങനെ ജയിക്കണം? സ്നേഹത്താൽ ജയിക്കണം, താഴ്മയാൽ ജയിക്കണം, നീതിയാൽ ജയിക്കണം, ന്യായത്താൽ ജയിക്കണം, ദയയാൽ ജയിക്കണം, സൗമ്യതയാൽ ജയിക്കണം. ജയിച്ചാൽ ദൈവത്തിൻ്റെ കണക്ഷൻ നിനക്കുണ്ടാകും. സിറ്റുവേഷൻസ് നിന്നെ തോൽപ്പിക്കരുത്, സാഹചര്യങ്ങൾ നിന്നെ തോൽപ്പിക്കരുത്. സാഹചര്യത്തെ നീ വചനത്താൽ ജയിച്ചാൽ, സാഹചര്യത്തെ ഈ ദൈവത്തിൻ്റെ ഗുണങ്ങളാൽ ജയിച്ചാൽ, ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ കണക്ഷനും പരിശുദ്ധാത്മാവിൻ്റെ വാസവും ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. സിറ്റുവേഷൻ കാരണം ഞാൻ അങ്ങനെയായി പോയി പറയരുത്. സിറ്റുവേഷനെ ജയിക്കണം. അതാണ് നിനക്കുള്ള പരീക്ഷണശാല. ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്, പിശാചും നിന്നെ മോണിറ്റർ ചെയ്യുകയാണ്. നീ ജയിക്കുമോ എന്ന് നോക്കുകയാണ്. യേശു കർത്താവും 40 ദിവസം മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ റിയലി ദൈവവും അവിടെ മോണിറ്റർ ചെയ്യുകയാണ്, പിതാവ് അവിടെ മോണിറ്റർ ചെയ്യുകയാണ്, സാത്താനും അവിടെ മോണിറ്റർ ചെയ്യുകയാണ്. തോൽപ്പിക്കാൻ കഴിയുമോ? തോൽപ്പിക്കാൻ കഴിയുമോ? സ്നേഹത്തെ നശിപ്പിക്കുവാൻ, ദയയെ നശിപ്പിക്കുവാൻ, താഴ്മയെ നശിപ്പിക്കുവാൻ, സൗമ്യതയെ നശിപ്പിക്കുവാൻ കഴിയുമോ എന്ന് സാത്താൻ പരിശോധിക്കും. ദൈവം അത് അനുവദിക്കും, ദൈവം അത് മോണിറ്റർ ചെയ്യും. ജയിക്കുന്നവർ, ഈ കാര്യങ്ങളെ ജയിക്കുന്നവർ ദൈവകൃപയിൽ ബലപ്പെടും. ഈ കാര്യങ്ങളെ ജയിക്കുന്നവർ കൂടുതൽ വിശ്വസ്തരായി ദൈവത്തിൻ്റെ ഉയർന്ന ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരെ ക്രമീകരിക്കും. ഹല്ലേലൂയ. പ്രതികൂലമായ സിറ്റുവേഷൻസിലും ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് വെളിപ്പെടുത്തിക്കൊണ്ട് ജയിക്കുന്നവരായി മാറിയാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ. വാക്കുകളിൽ മാത്രം പോരാ, പ്രസംഗത്തിൽ മാത്രം പോരാ, സംസാരത്തിൽ മാത്രം പോരാ. വാക്കുകൾ അതിൽ ഉപരിയായി പ്രവൃത്തിയിൽ, ജീവിതത്തിൽ, സിറ്റുവേഷനിൽ ഈ കാര്യങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. അടുത്തേക്ക് പറഞ്ഞേ, താഴ്മ വാക്കിൽ മാത്രം പോരാ, ജീവിതത്തിൽ വേണം. സ്നേഹം വാക്കിൽ മാത്രം പോരാ, ജീവിതത്തിൽ വേണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഉള്ളിൽ ഇറങ്ങിയാൽ പല പിശാചുകളും പുറത്തു ചാടും.
ഞാൻ നിങ്ങളെയല്ല പിശാചെന്ന് പറയുന്നത്. നിങ്ങളെ സ്വാധീനിക്കുന്ന ചില പൈശാചിക ശക്തികൾ നിങ്ങളെ പിടിച്ചടക്കി വെച്ചിട്ടുണ്ട്, ചില ദുഷ്ട സ്വഭാവങ്ങളെ തന്നുകൊണ്ട്. ആ ശക്തി പുറത്തു പോകും. നിങ്ങൾ വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. ആ പിശാചിനെ പുറത്താക്കുവേൻ. വചനത്താൽ പിശാചിനെ ജയിക്കുവേൻ. ആ പാരമ്പര്യ ശക്തിയെ ജയിക്കുവേൻ. ആ പിന്തുടരുന്ന സർപ്പത്തിൻ ശക്തിയെ ജയിക്കുവേൻ. ആ പിന്തുടരുന്ന പാമ്പിനെ ജയിക്കുവേൻ. പിശാചിന്റെ തന്ത്രത്തെ ജയിക്കുവേൻ. പാമ്പിന്റെ കൗശലത്തെ ജയിക്കുവേൻ. ജയമെടുക്കുവേൻ. ഹല്ലേലൂയ. വിശ്വസ്തത വേണം. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. നീ ഏത് സിറ്റുവേഷനിലാകപ്പെട്ടാലും നീ വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ മാത്രമേ വിശ്വസ്തനായിരിക്കൂ എന്നല്ല, എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടാലും നീ വിശ്വസ്തനായിരിക്കണം. ഇയ്യോബ് അങ്ങനെയായിരുന്നു. ഇയ്യോബ് എല്ലാ നന്മകളാലും നിറഞ്ഞിരുന്നപ്പോഴും ഭക്തനാണ്, വിശ്വസ്തനാണ്, നീതിമാനാണ്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും ഇയ്യോബ് അപ്പോഴും വിശ്വസ്തനാണ്, അപ്പോഴും നീതിമാനാണ്, അപ്പോഴും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, ദൈവത്തെ ദുഷിച്ചില്ല, ദൈവത്തോട് കോപിച്ചില്ല, ദൈവത്തോട് മുറുമുറുത്തില്ല, ദൈവത്തിനെതിരെ ഒരു വികാരം തൻ്റെ ഉള്ളിലുണ്ടായില്ല. അപ്പോഴും താൻ ദൈവത്തോട് സ്നേഹമുള്ളവനാണ്. ഹല്ലേലൂയ. ഏതൊരു പ്രതികൂലത്തിലും നീ കർത്താവിനോട് ചേർന്നിരിക്കുമോ, ദൈവത്തിൻ്റെ ഭാവവും സ്വഭാവവും നീ വെളിപ്പെടുത്തുമോ, എങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുവാൻ നീ ക്വാളിഫൈഡ് ആണ്. ദൈവത്തിൻ്റെ കൂടാരം നിന്നോട് കൂടെ ഇരിപ്പാണ്ടൊക്കെ വേണം, നീ ക്വാളിഫൈഡ് ആണ്. എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ നീ ക്വാളിഫൈഡ് ആണ്. ഹല്ലേലൂയ. സിറ്റുവേഷൻസിന് എന്നെ ദൈവസ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ സ്നേഹത്തിൽ നിന്നും എന്നെ പിരിക്കുവാൻ ആർക്ക് കഴിയും? പട്ടിണിയോ ആപത്തോ വാളോ എന്തു വന്നാലും എന്നെ ഈ സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് അനേകർ ദൈവസ്നേഹത്തിൽ നിന്ന് വീണു പോകുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? യഥാർത്ഥ ദൈവസ്നേഹം ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല. ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ യഥാർത്ഥ ദൈവസ്നേഹം ഉള്ളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് വീണു പോകുന്നു. ഹല്ലേലൂയ. വിശ്വസ്തത വേണം. വിശ്വസ്തത നിന്നെ വിട്ട് പോകരുത്. നിന്റെ ജീവിതത്തിൽ മുഴുവനും ആരാധന തീർന്നാലും വിശ്വസ്തത വിട്ടുപോകരുത്. വഴിയിൽ യാത്ര ചെയ്യുമ്പോഴും വിശ്വസ്തത വിട്ടുപോകരുത്. വീട്ടിലെത്തിയാലും കുടുംബത്തിലായിരുന്നാലും ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും വിശ്വസ്തത വിട്ടുപോകരുത്. ബി ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം. കൊലോസ്യർ 3:13 കൊലോസിയൻസ് ചാപ്റ്റർ 3:13 13 ക്ഷമയെക്കുറിച്ച് പറയുന്നു. ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവം ക്ഷമിക്കുന്നവനാണ്. അതുപോലെ ദൈവം വിശ്വസ്തനാണ്. നമ്മളും വിശ്വസ്തരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയിൽ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെയും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു ക്ഷമിക്കുന്നവരായിരിക്കണം. എങ്ങനെ? എന്ത് വേണം? ക്ഷമിക്കുന്നവരായിരിക്കണം. വിട്ടുകൊടുക്കണം. ഓക്കെ, താണു കൊടുക്കണം. എപ്പോഴും പ്രതികാരം ചെയ്യുവാൻ നിൽക്കരുത്. എപ്പോഴും കോപത്തോടെ നിൽക്കരുത്. എപ്പോഴും ശാഠ്യത്തോടെ നിൽക്കരുത്. ക്ഷമിക്കുവാനുള്ള നല്ല ഹൃദയം വേണം. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, ഒരു പരിധി കഴിഞ്ഞ് ക്ഷമിക്കേണ്ട കാര്യമില്ല. കർത്താവിനും ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. 70 വട്ടം കർത്താവ് ക്ഷമിക്കുവാൻ പറയുമ്പോഴും അത് അൺലിമിറ്റഡായിട്ട് ക്ഷമിക്കുവാൻ തന്നെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. എന്നാൽ ആ ക്ഷമ ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ തക്കവണ്ണം ഒരു കാരണമായി മാറരുത്. ക്ഷമ നമ്മുടെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുവാനും നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തുവാനും ആ ക്ഷമ കാരണമാകരുത്. നിങ്ങളുടെ നന്മകൾ നശിച്ചു പോകുവാനും നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുവാനും നിങ്ങളുടെ വിലയേറിയപ്പെട്ട കാര്യങ്ങൾ നശിച്ചു പോകാനും നഷ്ടപ്പെട്ടു പോകുവാനും ആ ക്ഷമ കാരണമായി മാറരുത്. അത് സാത്താൻ ചൂഷണം ചെയ്യുന്നൊരു വഴിയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള നന്മകൾ നിങ്ങൾ പരിപാലിക്കണം. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ വിലയേറപ്പെട്ട സമയങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ നന്മകളെല്ലാം പരിപാലിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ക്ഷമയുടെ പേരിൽ, ദയയുടെ പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ സാത്താൻ നിങ്ങളെ ചൂഷണം ചെയ്ത് നിങ്ങളെ പറ്റിച്ച് നിങ്ങളിലുള്ള നന്മകളെ എടുത്തുകൊണ്ടു പോകുവാൻ വിട്ടുകൊടുക്കരുത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകുവേൻ. ദൈവം നിങ്ങൾക്ക് തന്ന നന്മ നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കണം. എന്നാൽ
ബേസിക് ആയിട്ടുള്ള ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നന്മകളെ മുഴുവനും ഒരുവൻ കൈക്കലാക്കി കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടം കൊടുക്കരുത്. വചനം പറയുന്നു, കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കരുത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പഠിപ്പിക്കുന്നത്? കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുമ്പോൾ കൂട്ടുകാരൻ ഒരു പക്ഷേ അവൻ വിശ്വസ്തനായിരുന്ന് ഒരു പക്ഷേ അവൻ്റെ ബാധ്യതകൾ തീർക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതിലവൻ പരാജയപ്പെട്ടാൽ ജാമ്യം നിൽക്കുന്നവൻ അതിന് ഉത്തരവാദിയാകും. അവൻ്റെ സമ്പത്ത് അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ സമ്പത്ത് മുഴുവനും പോകുവാൻ കണക്കിന്, ആരോഗ്യം മുഴുവനും നശിക്കുവാൻ കണക്കിന്, നന്മകൾ മുഴുവനും നശിക്കുവാൻ കണക്കിന് നന്മ ചെയ്യുവാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു നന്മ ഉള്ളവർ മാത്രമാണോ ഹല്ലേലൂയ പറഞ്ഞത്? അതെ, നന്മ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ ഹല്ലേലൂയ പറയാത്തത്? എന്താ സിറ്റുവേഷൻ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദയ, സ്നേഹം, ക്ഷമ, സൗമ്യത, ഇതിനെ ഉപയോഗിച്ച് സാത്താൻ പലരെയും ചൂഷണം ചെയ്ത് നന്മകളെയും സമയങ്ങളെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്നുണ്ട്. അതിനെ ദൈവമക്കൾ തിരിച്ചറിയണം. അതിനായി വിട്ടുകൊടുക്കരുത്. നമ്മൾ സഹായിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം പോലുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സിന്റെ കാര്യങ്ങളിൽ, ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, കാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായിക്കാം. പക്ഷെ നിന്റെ നന്മയെ സാത്താൻ ലീക്കാക്കി കൊണ്ടുപോകുവാൻ, ചോർത്തിക്കൊണ്ടുപോകുവാൻ, ഊറ്റിക്കൊണ്ടുപോകുവാൻ, എല്ലാം എടുത്തു നിന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള പിശാചിന്റെ തന്ത്രത്തെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം മഹാസമ്പന്നനായിരുന്നു. അബ്രഹാം ആ പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടിട്ടാണ് അബ്രഹാം മഹാസമ്പന്നനായി മാറിയത്. ദൈവത്തിന്റെ ജനത്തിനും സമ്പത്തുണ്ടാകുവാൻ കഴിയും. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു എന്ന് വചനം പറയുന്നു. ഈ വചനങ്ങളെ ഏറ്റെടുത്താൽ സമ്പത്തുണ്ടാകണമെന്ന് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഇഷ്ടമുണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല എന്ന ഭാവത്തിലിരിക്കുന്ന പോലെ തോന്നി. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. നമ്മുടെ ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ മേത്രമായ ലെവലിൽ തരുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. പക്ഷേ വചനത്താൽ നമ്മുടെ മെന്റാലിറ്റി ശുദ്ധീകരിക്കപ്പെടണം. ചൂഷണം ചെയ്യപ്പെടുവാൻ വിട്ടുകൊടുക്കരുത്. ആരെങ്കിലും നന്മയെ ഊറ്റിക്കൊണ്ടുപോകുവാൻ, ചോർത്തിക്കൊണ്ടുപോകുവാൻ, മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ, ചൂഷണം ചെയ്യുവാൻ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം അതിനെ പരിപാലിക്കുവാൻ, അതിനെ വർദ്ധിപ്പിക്കുവാൻ. 5 കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി, 1 കിട്ടിയവൻ കുഴിച്ചിട്ടു. കുഴിച്ചിടുന്ന മടിയന്മാരെ ദൈവത്തിന് വേണ്ട. ദൈവം എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിലെല്ലാത്തിലും വർധന ഉണ്ടാകണം. സമ്പത്ത് വർദ്ധിക്കണം, ആരോഗ്യം വർദ്ധിക്കണം, സമാധാനം വർദ്ധിക്കണം, സന്തോഷം വർദ്ധിക്കണം. ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എല്ലാ ഏരിയസിലും നിങ്ങൾ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കണം, നിങ്ങളുടെ അതിർവരമ്പുകൾ വിശാലമാകണം, നിങ്ങൾ പടർന്ന് പന്തലിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സാത്താൻ നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ വിട്ടുകൊടുക്കരുത്. ദൈവം നിങ്ങളെ ആശീർവദിച്ച് ഉയർത്തുവാൻ, മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വളരുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ദൈവം ക്ഷമിക്കുന്നവനാണ്. നിങ്ങൾക്കെതിരായി ദ്രോഹം ചെയ്തവർ, നിങ്ങൾക്കെതിരെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയവർ, കർത്താവ് പറയുന്നു ശത്രുക്കളെയും കൂടെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുകയാണ്. അതൊരു ബ്ലെസ്സിംഗ് ആണ്. നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്നവർ, നിങ്ങളോട് വളരെ കോപത്തിൽ പെരുമാറുന്നവർ, നിങ്ങളോട് വളരെ വെറുപ്പ് കാണിക്കുന്നവർ, അവരെ സ്നേഹിക്കുവാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പഠിപ്പിക്കുന്നത് അറിയാമോ? നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടുള്ള കണക്ഷൻ സ്ട്രോങ് ആകും. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വസിക്കും. നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് വന്നാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് വന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ കഴിയില്ല. ദൈവത്തോട് കൂടെ നടക്കണം. അതുകൊണ്ട് ശത്രുവിനെയും നമ്മൾ സ്നേഹിക്കുന്നു. ശത്രുവിനോടും പകയില്ല, വെറുപ്പില്ല, പിണക്കമില്ല, കോപമില്ല. ശത്രുവിനെയും സ്നേഹിക്കുന്നു. ഐ വാണ്ട് ടു വാക്ക് വിത്ത് മൈ ഗോഡ്. എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടെ നടക്കണം. അതുകൊണ്ട് ആരോടും വെറുപ്പോ കയ്പോ പകയോ പിണക്കമോ എനിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അഭിഷേകത്തിൽ ആരാധിച്ച് ബലപ്പെട്ട് പോകുവാനും നമുക്ക് കഴിയും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടാതെ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഹയർ ലെവൽസിലോട്ട് പോകാൻ പറ്റില്ല.
ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക്, ആ ബന്ധത്തിന്, ആ വാസത്തിന്, ആ സാന്നിധ്യത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും, കരടുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ വാസം, ഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ആരാധിക്കുമ്പോൾ മാത്രം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചാൽ പോരാ. ജീവിതത്തിൽ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണമോ, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ഗുണങ്ങൾ നമ്മിൽ വെളിപ്പെടണം. അപ്പോഴാണ് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദേഷ്യം വേണ്ട, പിണക്കം വേണ്ട, ക്ഷമിക്കുവാനുള്ളൊരു ഹൃദയം നമ്മിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞ്, രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ വചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ എങ്ങനെ വിളിക്കപ്പെടും? ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാർ. ആരൊക്കെ ദൈവപുത്രന്മാർ ഇവിടെ ഉണ്ട്? പകുതി പേരുണ്ടല്ലേ. ബാക്കിയുള്ളവർ ഉറങ്ങിയോ? ആരൊക്കെ ദൈവപുത്രന്മാരുണ്ട്? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ദൈവപുത്രന്മാർ എന്തുണ്ടാക്കണം? സമാധാനം ഉണ്ടാക്കണം. അടിയുണ്ടാക്കുന്ന ദൈവപുത്രന്മാർ ആരൊക്കെ ഉണ്ട്? കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. അടിയുണ്ടാക്കുന്ന ദൈവപുത്രന്മാർ, സ്വസ്ഥത നഷ്ടപ്പെടുന്ന ദൈവപുത്രന്മാർ, സമാധാനം നഷ്ടപ്പെടുന്ന ദൈവപുത്രന്മാർ, എല്ലാം അലങ്കോലമാക്കുന്ന ദൈവപുത്രന്മാർ, അത് ദൈവപുത്രന്മാർ എന്ന പേരിടാനേ യോഗ്യതയില്ലാത്തവരാണ്. അത് ദൈവപുത്രന്മാരല്ല, അത് സർപ്പസന്തതികളാണ്. ആരാണത്? സർപ്പസന്തതികളാണ്. സമാധാനത്തിന് വേണമെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവപുത്രനാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കും, പക്ഷെ അത് സർപ്പസന്തതിയാണ്. അടുത്ത എടുത്തു പറഞ്ഞേ, സർപ്പസന്തതിയാകരുത്, ദൈവപുത്രനായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ ആരാണോ ടെൻഷൻ ഉണ്ടാക്കുന്നേ, സമാധാനം നഷ്ടപ്പെടുത്തുന്നേ, കലക്കമുണ്ടാക്കുന്നേ, ഇടർച്ച ഉണ്ടാക്കുന്നേ, മനസ്സിലാക്കുക, സർപ്പസന്തതിയാണിത്. പിശാചിന്റെ സ്വാധീനം ഇവന്റെ മേലുണ്ട് എന്ന് മനസ്സിലാക്കുക. അവർക്കായി പ്രാർത്ഥിക്കുക. അവർ ആ പിശാചിന്റെ ആ സ്വാധീനത്തിൽ നിന്നും പുറത്തു വരട്ടെ. നിങ്ങൾ എവിടെ, ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും, നിങ്ങളുടെ തൊഴിലിലാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ, എവിടെ ആയിരുന്നാലും കലക്കമുണ്ടാക്കുന്ന, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികൾ, അവരെ സാത്താൻ ഉപയോഗിക്കുന്നു. അവർ സാത്താന്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. ദൈവപുത്രന്മാരെ ദൈവം എന്തിനു വിളിച്ചിരിക്കുന്നു? സമാധാനം ഉണ്ടാക്കുവാൻ വിളിച്ചിരിക്കുന്നു. ആമേൻ. അടുത്തേക്ക് എടുത്ത് പറഞ്ഞേ, സമാധാനം ഉണ്ടാക്കാം. വീണ്ടും പറഞ്ഞേ, വേറൊരാളുടെ എടുത്ത് പറഞ്ഞേ, സമാധാനം ഉണ്ടാക്കാം. ഇത് പറഞ്ഞ് ഇവിടെ ഇട്ടിട്ട് പോകാനല്ല, നിങ്ങളുടെ വീട് ഒരു പറുദീസയായിരിക്കണം. വീട്ടിൽ നിങ്ങൾ വായ് തുറന്നാൽ സമാധാനം ഒഴുകണം. എന്തൊഴുകണം? ചിലർ വാ തുറന്നാൽ ഉള്ള സ്വസ്ഥതയും പോകും, സമാധാനവും പോകും. ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തോന്നില്ല, വീട് വിട്ടോടാൻ തോന്നും. ഇങ്ങനെയുള്ള ദൈവപുത്രന്മാരായിരിക്കണ്ട. ഇത് ദൈവപുത്രന്മാരല്ല, സർപ്പസന്തതികളാണ്. ഓക്കെ, നിങ്ങൾ വായു തുറന്നാൽ സ്വസ്ഥത ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ആശ്വാസം ഉണ്ടാകട്ടെ. ആമേൻ. പിശാചിന്റെ പ്രവൃത്തികളെ നിങ്ങൾ അഴിക്കുന്നവരായിരിക്കണം സ്വഭാവത്താൽ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 1 Thessalonians chapter 5 verse 18. ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. എങ്ങനെ? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. ഒരാൾ അടി തന്നു, നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾ പറഞ്ഞേ, മാത്യു ഒക്കെ പറഞ്ഞേ, ഒരാൾ വന്ന് ഒരു അടി തന്നു, എന്ത് ചെയ്യും? തിരിച്ച് ചവിട്ട് കൊടുക്കും അല്ലേ? എന്ത് ചെയ്യും? കുംഫു അല്ലേ? കുംഫു അല്ലല്ലോ, എന്താ അത്? തായ്ക്കൊണ്ട മാസ്റ്റർ എന്ത് ചെയ്യും? തായ്ക്കൊണ്ട മാസ്റ്റർ ഒരാൾ വന്ന് അടി തന്നു, എന്ത് ചെയ്യും? ചുരുട്ടിക്കൂട്ടിയെടുത്ത് കയറിയും. വചനം പറയുന്നു, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവേൻ. മാക്സിമം ട്രൈ ചെയ്യണം.
മാക്സിമം ട്രൈ ചെയ്യണം. തിരിച്ച് തിന്മ ചെയ്യേണ്ട, തിരിച്ച് തിന്മ ചെയ്യാതിരിക്കാൻ നോക്കണം. അടി കിട്ടിയാൽ ഒഴിഞ്ഞു പോകണം. ഇസഹാക്കിനെ നോക്ക്. ഇസഹാക്ക് കിണർ കുഴിച്ചു. വെള്ളം കണ്ടപ്പോൾ നാട്ടുകാർ അടിയുണ്ടാക്കാൻ വന്നു. ഇസഹാക്ക് ആ കിണറും ഉപേക്ഷിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയി കിണർ കുഴിച്ചു. അവിടെയും നാട്ടുകാർ അടിയുണ്ടാക്കാൻ വന്നു. വെള്ളം കിട്ടിയപ്പോൾ അതും ഉപേക്ഷിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയി കിണർ കുഴിച്ചു. അവിടെ കുഴിച്ചപ്പോഴും നാട്ടുകാർ അടിയുണ്ടാക്കാൻ വന്നു. വെള്ളം കിട്ടിയപ്പോൾ അതും ഉപേക്ഷിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയി. വേറെ സ്ഥലത്ത് പോയപ്പോൾ അവിടെ പിന്നെ അടിയുണ്ടാക്കാൻ വന്നില്ല. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രശ്നമുണ്ടാക്കുന്ന സ്ഥലത്ത് അടിവെച്ച് ജീവിതകാലം മുഴുവനും തീർക്കാൻ നിൽക്കരുത്. ഒഴിഞ്ഞു പോകേണ്ടടുത്ത് ഒഴിഞ്ഞു പോകണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നന്മയാൽ തിന്മയെ ജയിക്കണം. അടുത്തേക്ക് എടുത്തു പറഞ്ഞേ, നന്മയാൽ തിന്മയെ ജയിക്കണം. സ്നേഹത്താൽ കോപത്തെ ജയിക്കണം. താഴ്മയാൽ അഹങ്കാരത്തെ ജയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും, തമ്മിലും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പൻ. റിയലി ഞാൻ എടുക്കാൻ പറഞ്ഞ വചനം 18-ാം വചനം, സുൽബറി 15-ാം വചനം ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ വചനം കൂടെ എക്സ്ട്രാ വായിച്ച് പറയുന്നത്. ഓക്കെ, സുൽബറോട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പൻ. എനിക്കൊന്ന് സുൽബറിന് ഇത് ഇഷ്ടപ്പെട്ടു. ഈ വചനം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തതാണ്. നന്മ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിപ്പൻ. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കുവാൻ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നന്മ ചെയ്യുവാൻ. 18-ാം വാക്യം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ. എല്ലാറ്റിനും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുവൻ. കറണ്ട് ഉണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, കറണ്ട് ഇല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. മഴയുണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, മഴയില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഭയങ്കര ചൂടായാലും ദൈവത്തിന് സ്തോത്രം, നല്ല ക്ലൈമറ്റ് ആയാലും ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. മുറുമുറുക്കുന്ന സ്വഭാവം ഉള്ളവരോട് കൂടെ ദൈവം വസിക്കില്ല. മുറുമുറുക്കുന്ന സ്വഭാവം ഉള്ളവരിൽ പരിശുദ്ധാത്മാവ് വസിക്കില്ല. മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവർക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റില്ല. ദൈവത്തോട് കൂടെ നടക്കണമോ? നന്ദി പറയുന്ന ഒരു ഹൃദയം ഉണ്ടാകട്ടെ, നന്ദി പറയുന്ന ഒരു നാവ് ഉണ്ടാകട്ടെ, സ്തോത്രം ചെയ്യുന്ന ഒരു നാവ് ഉണ്ടാകട്ടെ, സ്തോത്രം ചെയ്യുന്ന ഒരു ഹൃദയം ഉണ്ടാകട്ടെ. എങ്കിൽ ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയും.